ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു പോക്കറ്റ് പന്നിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 2 മീറ്റർ ഫാബ്രിക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ തുണി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോണത്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടി തുണി ഇതുപോലെ ഫോൾഡ് ചെയ്തിടാം. അതിനുശേഷം ടോപ്പിൽ നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഇനി അവിടെ നിന്ന് താഴോട്ടായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത് മാർക്ക് ചെയ്യാം. ഇപ്പം ഇവിടെ 37 ഇഞ്ചാണ് വരുന്നത്. അത് മാർക്ക് ചെയ്ത് അവിടെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കാം. ഇനി അതിൻ്റെ താഴോട്ടായിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. ആ 2 ഇഞ്ച് എന്ന് പറയുന്നത് ബോട്ടം പോർഷൻ ഫോൾഡ് ചെയ്തെടുക്കാനാണ്. അതും ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ചു കൊടുക്കണം. ഇനി ടോപ്പിലായിട്ട് വേസ്റ്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ വേസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇവിടെ ഹിപ്പ് സൈസ് 41 ഇഞ്ചാണ്. അതേ ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 10 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ 12 ഇഞ്ച്. ഇപ്പോൾ 12 ഇഞ്ചാണ് ഇവിടെ വേസ്റ്റ് വരുന്നത്. ഇനി അതിൻ്റെ താഴോട്ടായിട്ട് ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ വേസ്റ്റിൻ്റെ ലെങ്ത് തന്നെയാണ് ക്രോച്ച് ലെങ്ത്. അതും 12 ഇഞ്ച് തന്നെ അവിടെ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്ത ശേഷം അത് ടോപ്പിലോട്ടായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനായി വരച്ചു കൊടുക്കണം. ഇനി അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യണം ക്രോച്ച് ഏരിയയ്ക്ക് വേണ്ടിയിട്ട്. മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു കർവായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കണം. ഇനി ക്രോച്ച് പോയിന്റിൽ നിന്ന് അപ്പുറത്തേക്കുള്ള ലെങ്തിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. ആ സെൻറ്ററിൽ നിന്ന് അപ്പുറത്തേക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. ആ 7 ഇഞ്ച് തന്നെ താഴെ ബോട്ടം പോർഷനിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആ സെൻറ്റർ പോയിന്റിൻ്റെ അപ്പുറത്തിപ്പുറത്തായിട്ടൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതിനുശേഷം അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കണം. ഇനി ആ പോയിന്റിൽ നിന്ന് ക്രോച്ച് പോയിന്റിലിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ട് ഒരു കർവ് ഈ 2 സൈഡിലായിട്ട് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിച്ച് അവിടെ നിന്ന് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ചെറിയൊരു കർവ് 2 സൈഡിലായിട്ട് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
അടുത്തതായിട്ട് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം അതിനു വേണ്ടി തുണി ഇതുപോലെ ഫോൾഡ് ചെയ്തിടാം. ഇനി അതിൻ്റെ മേലെ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരുന്ന ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ ടോപ്പിൽ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ വെച്ച് കൊടുക്കണം. അതുപോലെ ക്രോച്ച് പോയിന്റ് അവിടെ നിന്നും ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം. മാർക്ക് ചെയ്ത ശേഷം അതിൻ്റെ ബാക്കിയുള്ള എല്ലാ സൈഡിലായിട്ടും ഇതുപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ കർവായിട്ട് വരച്ചു കൊടുക്കണം. ഇനി അതിൻ്റെ താഴോട്ടും ഇതുപോലെ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്ത് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലുള്ള എല്ലാ മാർക്കിനും കഴിഞ്ഞു. ഇനി അപ്പുറത്തെ സൈഡിൽ എക്സ്ട്രാ ഒന്നും നമ്മൾ ഇട്ട് കൊടുക്കണ്ട, അതേ ഷേപ്പിൽ തന്നെ വരച്ചു കൊടുക്കാം. ടോപ്പിലുള്ള ആ ഒരു പോയിന്റിൽ നിന്ന് താഴെ ആ ഒരു 2 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള പോയിന്റിലേക്ക് നമ്മൾ ജസ്റ്റ് ചെരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞു. ഇനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം. അപ്പം അതിനു വേണ്ടി ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ ഞാൻ അതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ചിട്ട് ആ ഒരു ക്രോച്ച് ഏരിയയിൽ നമ്മളൊരു 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ഇലാസ്റ്റിക് യൂസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു റോപ്പ് കെടുത്താനുള്ള സ്പേസ് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ ടോപ്പിൽ നിന്നൊരു 5.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. ബാക്കി ടോപ്പിലൊന്നും സ്റ്റിച്ച് കൊടുക്കരുത്. അപ്പോൾ താഴെ ആ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ടോപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത ആ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ 2 ഭാഗം നമ്മൾ രണ്ടിൻ്റെയും സൈഡ് ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഒരു സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ പിന്നൊക്കെ വെച്ച് സെക്യൂർ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ പിന്നെ വെക്കുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ കാണുന്ന പോലെ ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുക.
സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി റൈറ്റ് സൈഡിലായിട്ട് പോക്കറ്റ് വെക്കണം. അപ്പോൾ പോക്കറ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ ടോപ്പിൽ നിന്നായിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി അവിടെ നിന്ന് താഴോട്ടായിട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതുപോലെ പോക്കറ്റിൻ്റെ സൈസ് ഇവിടെ 6 ഇഞ്ചാണ്. അപ്പോൾ 6 ഇഞ്ച് അതിൻ്റെ താഴോട്ടായിട്ട് മാർക്ക് ചെയ്ത് അവിടെ 2 സൈഡിലായിട്ടും ഒരു 1/2 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്ത് ആ 2 പോയിന്റും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ നമ്മുടെ മാർക്കിനൊക്കെ കഴിഞ്ഞു. ഇനി അവിടെ വെക്കാനുള്ള പോക്കറ്റിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു തുണി നമ്മൾ എടുക്കണം. അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. അതുപോലെ വിഡ്ത്ത് 11 ഇഞ്ചാണ് വരുന്നത്. ഇനി ഇത് ഫോൾഡ് ചെയ്ത് ഇതിൽ മേൽ നമുക്ക് കുറച്ച് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ടോപ്പിൽ നിന്ന് 2 ഇഞ്ച് ഫസ്റ്റ് മാർക്ക് ചെയ്യുക. അതിൻ്റെ താഴോട്ടായിട്ട് പോക്കറ്റിൻ്റെ 6 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് ആ 2 പോയിന്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് ആ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. അതുപോലെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയൊരു മാർക്കിന് കൊടുത്ത് ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ പോക്കറ്റിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ഈ ഒരു ഫേബ്രിക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്തായിട്ട് അതേ പൊസിഷനിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പൊസിഷനിൽ തന്നെ വെച്ച് ആ ഒരു മാർക്കിങ്ങിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത ശേഷം അത് ഇപ്പുറത്തോട്ടായിട്ട് ഫോൾഡ് ചെയ്ത് അതിൻ്റെ ആ ഒരു റൗണ്ട് പാർട്ടിലായിട്ട് ഒരു ചെറിയൊരു മാർക്കിന് ചെറിയൊരു കർവ് കൊടുത്ത് ഒരു 1/2 ഇഞ്ച് വിട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്ത ശേഷം അതിൻ്റെ നല്ല വശം നമ്മൾ ഇതുപോലെ ഇപ്പുറത്തോട്ടായിട്ട് മറച്ചു വെക്കണം. ഇനി നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൻ്റെ പുറത്തായിട്ട് ഒരു ചെറിയ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടായിട്ട് 2 സൈഡിലും ചെറിയൊരു കട്ട് കൊടുക്കണം. കട്ട് കൊടുത്ത ശേഷം ആ പോക്കറ്റ് ഫ്രണ്ട് പാർട്ടിൻ്റെ റോങ് സൈഡിലോട്ടായിട്ട് ഇതുപോലെ മറച്ചു വെക്കണം. അപ്പോൾ മറച്ചു വെക്കുമ്പോൾ അതേ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ ഇതുപോലെ മറച്ചു വെക്കുക. മറച്ചു വെച്ച ശേഷം അതിൻ്റെ 2 സൈഡിലായിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു മാർക്കിന് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി പോക്കറ്റിൻ്റെ ഓപ്പൺ പാർട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഭാഗം അത് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം ക്ലോസ് ആയി പൊക്കോളും. അപ്പോൾ പോക്കറ്റിൻ്റെ പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള സ്റ്റിച്ചിനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ബാക്ക് പാർട്ട് ഫ്രണ്ട് മേൽ വെച്ചിട്ട് ഇപ്പോൾ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ബാക്കിയുള്ള സ്റ്റിച്ചിന് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ക്രോച്ച് ഏരിയ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്ത ശേഷം അത് വിരിച്ചിട്ടിട്ട് അതിൻ്റെ താഴെയുള്ള ബോട്ടം പോർഷൻ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി താഴേന്നായിട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്ത ശേഷം അതിൻ്റെ ആ ഒരു സൈഡ് പൊസിഷൻ നമ്മൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ടോപ്പിലോട്ടായിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ 2 സൈഡിലായിട്ടും ഇതുപോലെ ചെയ്യണം.
അപ്പോൾ രണ്ട് സൈഡിൻ്റെയും താഴേന്ന് ഒരു 3 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് ആ പോയിന്റിൽ നിന്ന് ടോപ്പിലോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി താഴെ സ്റ്റിച്ച് ചെയ്യാണ്ട് വിട്ടിട്ടുള്ള ആ ഒരു പോർഷനിൽ ഒരു ചെറിയൊരു സ്ലിറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഒരു രണ്ട് ഭാഗത്തിൻ്റെ സൈഡ് പോർഷനിൽ ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് പിന്നെ വെച്ച് സെക്യൂർ ചെയ്ത് സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ രണ്ട് വശത്തായിട്ടും ഇതുപോലെ ചെയ്യണം. ഇനി ഇതിൻ്റെ ടോപ്പ് പാർട്ടിൽ ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് റൗണ്ടിലായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതിൻ്റെ നല്ല വശം നമ്മൾ ഇപ്പുറത്തോട്ടായിട്ട് മറച്ചിടാണ് ചെയ്യുന്നത്.